ഇത് മൊഡ്യൂൾ 2ന്റെ ഒരു ക്വിക്ക് ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ബേസിക്കലി സിൻടാക്സ് അനാലിസിസ് ആണ്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ലെക്സിക്കൽ അനാലിസിസ് ആണ്. സിൻടാക്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണ്, ടോക്കൺസ് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ലെക്സിക്കൽ അനാലിസിസിൽ. ആ ഐഡന്റിഫൈ ചെയ്ത ടോക്കൺസിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് സിൻടാക്സ് അനാലിസിസ്. ഓക്കെ, ദെൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഇസ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. വാട്ട് ഇസ് ടെർമിനൽ, നോൺ ടെർമിനൽ, സ്റ്റാർട്ട് സിമ്പിൾ, പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇതിൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നതാണ് സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ പ്ലസ് എന്ന് പറയുന്നത് ടെർമിനൽ ആണ്, കാരണം അതിന് പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വേറെ ഡെറിവേഷൻ ഇല്ല. പക്ഷെ എക്സ്പ്രഷനിൽ വീണ്ടും ഡെറിവേഷൻ ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയും, നോൺ ടെർമിനൽ എന്ന് പറയും. പിന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ റൂൾസിനെയാണ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം. പിന്നെ ഇതിന്റെ കുറച്ച് നോട്ട്സ് ഉണ്ടാവും, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ വരുന്നത് ഡെറിവേഷൻ ട്രീ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഡെറിവേഷൻ ട്രീ, പാഴ്സ് ട്രീ, ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പ്രൊഡക്ഷൻ തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇൻപുട്ട് സ്ട്രിങ് തന്നാൽ അതിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് ഡെറിവേഷൻ ഉണ്ട്, റൈറ്റ് ഡെറിവേഷനും ഉണ്ട്. അപ്പൊ നമ്മൾ എസ് ഡിറൈവ് എ ബിയിൽ എ ആണ് ആദ്യം ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയും. ബി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി ഒരു ഗ്രാമർ തന്നു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് ഡെറിവേഷൻ നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. ഒന്നെങ്കിൽ ട്രീ ആയിട്ട് വരയ്ക്കാം, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഡെറിവേഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, ഇത് ട്രീ ആയിട്ട് വരച്ചിരിക്കുന്നതാണ് ഇ ഡിറൈവ് സി പ്ലസ് ടി. അപ്പൊ ഈ വെച്ചിട്ടാണ് ആദ്യത്തെ ഡെറിവേഷനിലേക്ക് പോകുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് ആദ്യം ഡിറൈവ് ചെയ്ത് പോകുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ലെഫ്റ്റ് പാസ് ട്രീ. ഓക്കെ, ഇനി ആംബിഗ്വിറ്റി എന്ന് പറയുന്നത് എന്തെങ്കിലും അനോമലീസ് ആണ്. നമുക്ക് ഒരു ഗ്രാമർ തന്നാൽ അതിൽ സം പ്രോബ്ലംസ് ആർ ദർ ഓർ സം അനോമലീസ് ആർ ദർ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആംബിഗ്വിറ്റി. ഇനി ആംബിഗ്വിറ്റി ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ഗ്രാമർ തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നമുക്കൊരു ഗ്രാമർ തന്നിട്ടുണ്ട്, അതിന് ഒരു പാസ് ട്രീ ലെഫ്റ്റ് ഡെറിവേഷൻ വരച്ചു, ഇനി ഒരു പാസ് ട്രീ റൈറ്റ് ഡെറിവേഷൻ വരച്ചു. അപ്പൊ നോക്കുമ്പോൾ രണ്ടും ഡിഫറെന്റ് പാസ് ട്രീസ് ആണ്. അങ്ങനെ രണ്ട് ഡിഫറെന്റ് പാസ് ട്രീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്നതാണ് ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയുന്നത്. അതായത് മോർ ദാൻ വൺ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഓർ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ആസ് ആൻ ആംബിഗ്വസ് ഗ്രാമർ. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നെങ്കിൽ ഈ ഒരു ഗ്രാമർ നന്നായി പഠിച്ചു വെക്കാം കേട്ടോ. ഈ ഡിറൈവ് സി പ്ലസ് ടി ഓർ ടി എന്ന് പറയുന്ന ഗ്രാമർ ബൈഹാർട്ട് പഠിച്ചു വെക്കാം. അപ്പൊ ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ പാഴ്സിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ സെക്കൻഡ് മോഡ്യൂളിൽ ഒരു ടൈപ്പ് പാഴ്സിംഗ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്, ടോപ്പ് ഡൗൺ പാഴ്സിംഗ്. ബോട്ടം അപ്പ് പാഴ്സിംഗ് എന്ന് പറയുന്നത് തേർഡ് മോഡ്യൂളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പ് ഡൗൺ പാഴ്സിംഗ് മാത്രമാണ്. ഈ ടോപ്പ് ഡൗൺ പാഴ്സിംഗിൽ തന്നെ രണ്ട് ടൈപ്പ് പാഴ്സിംഗ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനൊരു എക്സാമ്പിൾ പഠിച്ചു വെക്കാം. അതായത് ഇപ്പൊ ഇതുപോലെ ഒരു ഗ്രാമർ തന്നു, എന്നിട്ട് നമ്മളോട് ഈ സ്ട്രിങ് READ എന്ന് പറയുന്ന സ്ട്രിങ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ വൺസ് ഈ ഒരു സ്ട്രിങ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഗ്രാമർ ഇസ് the string is syntactically correct according to this as far as concerning this particular ഗ്രാമർ. ഈ ഗ്രാമർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ട്രിങ് സിന്റാക്ടിക്കലി കറക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഒരു ട്രീ പോലെയാണ് നമ്മൾ വരച്ചു നോക്കുക. അപ്പൊ ആദ്യം നമുക്ക് എസിന്റെ ഡെറിവേഷൻ എടുക്കാം. അപ്പൊ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ടോപ്പ് മോസ്റ്റ് സിമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അതായത് സ്റ്റാർട്ട് സിമ്പിൾ എസ് ആണ്. എസിന് എന്തൊക്കെ ഡെറിവേഷൻ ഉണ്ട്? RXD ഉണ്ട്, RZD ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഡെറിവേഷൻ വെച്ച് പോവാ. അപ്പൊ RXD എടുത്തു. ഇനി എക്സിനെ ഡിറൈവ് ചെയ്യാം. എക്സ് ഡിറൈവ് ചെയ്യുമ്പോൾ OA ഉണ്ട്, EA ഉണ്ട്. സോ വി ഹാവ് ടു ടേക്ക് OA എടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയ സ്ട്രിങ് എന്താ? ROAD ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ? READ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ ഡിറൈവ് ചെയ്ത സ്ട്രിങ് സിന്റാക്ടിക്കലി റോങ് ആണ്. സോ വി ഹാവ് ടു ഗോ ബാക്ക്. അതായത് ഈ OA ഡിറൈവ് ചെയ്ത ആരെ വെച്ചിട്ടാണ്? എക്സ് വെച്ചിട്ടാണ്. അപ്പൊ എക്സിലേക്ക് ബാക്ക് ട്രാക്ക് ചെയ്തു. ദെൻ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഡെറിവേഷൻ എക്സിന് നമ്മൾ ഏത് ഡെറിവേഷൻ കൊടുത്തു? EA എന്ന് പറയുന്ന ഡെറിവേഷൻ കൊടുത്തു നോക്കി. അപ്പൊ EA എന്ന് പറയുന്ന ഡെറിവേഷൻ കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ജസ്റ്റ് വരയ്ക്കാം. ഈ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് വരയ്ക്കാം. ബാക്ക് ട്രാക്ക് ചെയ്തു. ദെൻ നമ്മൾ പുതിയ ഡെറിവേഷൻ എടുത്തു. അപ്പൊ നെക്സ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് READ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് പറയാം ഈ ഗ്രാമർ വെച്ച് നോക്കുമ്പോൾ ഈ സ്ട്രിങ് സിന്റാക്ടിക് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാണ് റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിംഗ്. ഇതിന്റെ പ്രോബ്ലം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇങ്ങനെ കുറെ പ്രൊഡക്ഷൻസ് ഒരു ഗ്രാമറിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ടൈം എടുക്കും. കാരണം ഇറ്റ് ഹാസ് ബാക്ക് ട്രാക്കിംഗ് പ്രോസസ്. ഈ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ടാണ് റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് വെരി സിമ്പിൾ ടു ഡിസൈൻ, ബട്ട് ഇറ്റ് ഇസ് വെരി ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഇത് സ്ലൈഡിൽ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഇതേപോലെ നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് ഒന്നുമില്ല, ഇതിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാത്തിനെയും ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. E എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്, E' എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്, T എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. ടിക്ക് ഫംഗ്ഷൻ ഉണ്ട്. ദെൻ T' എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്,
എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അങ്ങനെ എഴുതുക. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ എഴുതുന്നത് ഇത്രേ ഉള്ളൂ. ഈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈന്റെ ഗ്രാമർ എടുക്കുക. ഈന്റെ ഉള്ളിൽ ആരൊക്കെയുള്ളത്? ടിയും ഇയും. അപ്പൊ അതിനെ ഫംഗ്ഷൻ കോൾ ആയിട്ട് എഴുതുക. ടി ഡാഷിന് ഇ ഡാഷിന് എഴുതാം. ഇവിടെ ഇ ഡാഷ് എന്ന് പറയുന്നത് പ്ലസ് ഉണ്ട്, ടി ഉണ്ട്. അപ്പൊ പ്ലസ് എന്ന് പറയുന്നത് ഇൻപുട്ട് സിമ്പിൾ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മൂവ് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ വരാവുന്നത് ടീനെ കോൾ ചെയ്യുക, ഈനെ കോൾ ചെയ്യുക. വായിച്ചു വെക്കാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഇത് എങ്ങനെ എഴുതണേ എന്നുള്ളത്. അപ്പൊ ഇതും പഠിച്ചു വെക്കാം. അപ്പൊ പാഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കാം കേട്ടോ. ഈ എസ് ഡിവൈസ് ഇതൊന്ന് ജസ്റ്റ് ഏകദേശം ഇതുപോലെ ഒന്ന് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് റീഡാണ് വേണ്ടത്, പക്ഷെ നമ്മൾ ആദ്യം ജനറേറ്റ് ചെയ്യുമ്പോൾ റോഡാണ് കിട്ടിയത്. അപ്പൊ നമ്മളത് ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് പിന്നെ പുതിയ പ്രൊഡക്ഷനിൽ എത്തി. സോ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അത് ജസ്റ്റ് തിയറി ആയിട്ട് എഴുതാം. ദെൻ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തരുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊസീജിയേഴ്സും കൂടി എഴുതാം. സോ ദിസ് ഇസ് റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിംഗ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ് ആണ് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ്. ഓക്കെ, അപ്പൊ ഇത് നോൺ റിക്കേഴ്സീവ് ആണ്. അതായത് ഇതിൽ ബാക്ക് ട്രാക്കിംഗ് വരുന്നില്ല. അപ്പൊ നമുക്ക് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ റിക്കേഴ്സീവ് പാഴ്സിംഗ് പോലെ ഈസി അല്ല. കുറച്ചും കൂടി കോംപ്ലക്സ് ആർക്കിടെക്ചർ ആണ് ഈ പ്രെഡിക്റ്റീവ് പാഴ്സിംഗിന് വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, ഇനി പ്രെഡിക്റ്റീവ് പാഴ്സിംഗിന്റെ സ്റ്റെപ്സ് ആണ്. ആദ്യം തന്നെ നമുക്കൊരു ഗ്രാമർ തന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു എലിമിനേറ്റ് ലെഫ്റ്റ് റിക്കർഷൻ. ഓക്കെ, ഇനി ലെഫ്റ്റ് ഫാക്ടറിംഗ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യണം. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും ലെഫ്റ്റ് ഫാക്ടറിംഗ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് നന്നായി പഠിക്കുക. എ ഡിറൈസ് എ ആൽഫ എന്ന് പറയുന്ന ഫോർമാറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ എ ആൽഫ ഓർ ബീറ്റ ഈ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ തെറ്റിക്കാണ്ട് പഠിച്ചു വെക്കാട്ടോ. എ ഡിറൈസ് ബീറ്റ എ ഡാഷ് ഡിറൈസ് ആൽഫ എ ഡാഷ് ഓർ എപ്സിലോൺ. ഇത് വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്യും. ഇത് എലിമിനേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾസ് ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇതിന്റെ ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ്. വൺസ് ഈ ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കുന്നതാണ്. ഫസ്റ്റും ഫോളോയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതും ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഫസ്റ്റ് ആൻഡ് ഫോളോ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്തു, ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചിട്ട് ഒരു പാഴ്സിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്തു. ഇവിടെ കണ്ടോ, ഇതേപോലെ ഒരു പാഴ്സിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്തു. ദെൻ ഈ പാഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പാഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാഴ്സിംഗ് ആണ് ഞാൻ ആദ്യം പറയുന്നത് ഈ വീഡിയോയില്. പിന്നെ ഈ ടേബിൾ വരയ്ക്കുന്നത് ഫസ്റ്റ് ആൻഡ് ഫോളോയും വേറൊരു വീഡിയോ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ പാഴ്സിംഗ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതാണ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് വിചാരിക്കും. അപ്പൊ ടേബിളില്